ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഡെഡ്ലി ആയിട്ടൊരു ടൂളാണ്. അതായത് ടൂളിൻ്റെ പ്രത്യേകത എന്തുവാ? ഉദാഹരണത്തിന് കത്തി ഒരു ടൂളാണ്. ആ കത്തി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് പഴം മുറിക്കാൻ ഉപയോഗിക്കാം, മറ്റേ നിങ്ങൾക്ക് ഒരാളെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ സ്വയം കഴുത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴുത്തിന് നേരെ വരുന്നൊരു കത്തിയായിട്ടാണ് ക്രെഡിറ്റ് കാർഡിനെ പലരും പറയാറ്. അത്രയ്ക്ക് ഡെഡ്ലി ആയിട്ടൊരു സംഭവമാണ്. കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കഴുത്തിൽ കത്തി വെക്കുന്ന തുല്യമാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗം. ഒരു ജോലി കിട്ടി ആദ്യം ആൾക്കാർ ചെയ്യുന്നൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ആൾക്കാർ കാണുന്നൊരു പർച്ചേസിങ് ടൂളായിട്ടൊക്കെ കാണുന്നത്. അതായത് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് പിന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ടും ക്രെഡിറ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. 13% മുകളിലാണ് പല ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ്. മാത്രമല്ല കോമ്പൗണ്ടിങ്ങും ഉണ്ട്. അത് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള സംഭവമാണ്. പല ആൾക്കാരും ആദ്യമായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും ആദ്യം ശ്രദ്ധിക്കാറില്ല. പിന്നെ അതിൻ്റെ ഡ്യൂ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഒരുപാട് പണിയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലെന്നൊരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുക്കാനേ പാടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ ലോക്കൽ സ്റ്റോർ വിസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ കയറുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർച്ചേസിങ്ങുള്ള ടെൻഡൻസി ഉള്ളിടത്തോളം കാലം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണി ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ സാധനം മേടിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ പിന്നെ കൊടുത്താൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ സാധനം പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പർച്ചേസിങ് ടെൻഡൻസി ഉള്ള ആൾക്കാർ പരമാവധി ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ്. പിന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അതിൻ്റെ ബെനിഫിറ്റുകളുണ്ട്. അതായത് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബേസിൽ ഒരു EMI വല്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ EMI ഒക്കെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ കൂടി വരാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഒരുപാട് സഹായിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഓൺലൈനായിട്ടും മറ്റു ഓഫ്ലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ക്യാഷ് ബാക്സുകളൊക്കെ കിട്ടും. മാത്രമല്ല നല്ല നല്ല ഓഫറുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും. നോർമലി ഡെബിറ്റ് കാർഡിനൊക്കെ കൂടുതൽ ഓഫറിങ്സ് ക്രെഡിറ്റ് കാർഡിനകത്ത് ഇപ്പം ഫ്ലിപ്കാർട്ടിലാണ് ശരി, ആമസോണിലാണ് ശരി, അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന് നോർമലി ഒരു ഡെബിറ്റ് കാർഡിനൊക്കെ കൂടുതൽ ഓഫർ ഉണ്ടായിരിക്കും. പിന്നെ അതുമാത്രമല്ല ട്രാവൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ട്. പിന്നെ വൈസായിട്ടൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് മേടിച്ച് വെക്കുക. പക്ഷേ എപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടോ, ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഹൈലി എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിക്കുക ക്രെഡിറ്റ് കാർഡ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളെപ്പറ്റി നല്ലൊരു ബോധമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. അതല്ല നിങ്ങളൊരു മോഡറേറ്റിലേക്ക് അറിയുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അനാവശ്യ പർച്ചേസും കാര്യങ്ങളും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള പൈസ വെച്ച് മാത്രം സാധനങ്ങൾ മേടിക്കുക. ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും നിങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ച് ശീലമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നല്ലൊരു ധാരണയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നീട് ക്രെഡിറ്റ് കാർഡിന് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് മിനിമം പേയ്മെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി, ബാക്കി ക്രെഡിറ്റിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സുകാരാണ് ഈ ക്രെഡിറ്റ് കാർഡ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ. അതായത് അവരുടെ പ്രോഡക്റ്റ് വാങ്ങണമല്ലോ ആൾക്കാർ. കൺസ്യൂമേഴ്സ് സാധനങ്ങൾ മേടിച്ചാൽ മാത്രമേ ഉള്ളൂ ബിസിനസ്സിനാണെങ്കിൽ ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാക്സിമം ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ പർച്ചേസിങ്ങിൻ്റെ പേര് ഒരുപാട് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട്. എന്ത് പർച്ചേസ് ചെയ്താലും ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ തരുന്ന രീതിയിലുള്ള പിന്നെ ക്യാഷ് ബാക്കുകൾ അങ്ങനെ ഇതുപോലെ ഇഷ്ടംപോലെ ഓഫർ മഴയായിരിക്കും ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര രസം തോന്നും. 1-2 തവണ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീണ്ടും നിങ്ങൾക്ക് ഒരു സാധനങ്ങൾ വരുമ്പോഴത്തേക്കും പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം എവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിക്കുക ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മതി. ഈ ക്രെഡിറ്റ് കാർഡിനെ പറ്റി ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനിടയിൽ പല ആൾക്കാരും കമൻറ്റിട്ടുണ്ട്. ഒത്തിരി പൈസ അവർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലക്ഷങ്ങളിൽ മുകളിലുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടയ്ക്കാൻ പല ആൾക്കാർക്കും പറ്റിയിട്ടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അനാവശ്യമായിട്ട് ഈ തലവേദനയൊക്കെ എടുത്ത് ഒരിക്കലും പിടലേക്ക് വെക്കാൻ പാടില്ല. അപ്പം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്രെഡിറ്റ് കാർഡൊക്കെ മേടിക്കാവുള്ളൂ. പിന്നെ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ബാങ്കുകാരൊന്നും വിടത്തില്ല. പല ബാങ്കുകാരും ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട്, SBI എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള കോളുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു മിനിമം ഒരു യൂട്യൂബ് വീഡിയോയിലും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതൊന്നും അല്ലാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കൈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകാർ ഇങ്ങനത്തെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർ പറയണം ഒരു ഫോൺ മേടിച്ച് ഒരു ലാപ്ടോപ്പ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അടച്ചോളാം, കുഴപ്പമില്ല, നീ ജസ്റ്റ് ഒന്ന് ക്രെഡിറ്റ് കാർഡ് തന്നാൽ മതി. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അതായത് ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും മറ്റുള്ള ആൾക്കാർ നിങ്ങളെ സമീപിക്കും. നിൻ്റെ ക്രെഡിറ്റ് കാർഡ് തരാം, വളരെ അത്യാവശ്യം നമ്മൾ പല ആൾക്കാരും ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയുള്ള മെമ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല, അവരോട് നോ പറയാൻ പറ്റാത്ത അവസ്ഥയോട്ട് വരും. അപ്പം സ്വാഭാവികമായിട്ടും പല ആൾക്കാരും വില്ലിങ്ങിൽ കൊടുക്കും. പിന്നീടായിരിക്കും ആ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസിനിടയിലും കാണാം, എൻ്റെ ഫ്രണ്ടിന് നിങ്ങൾ കൊടുത്തിട്ട് പണി കിട്ടി, എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് നിങ്ങൾ കൊടുത്തിട്ട് പണി കിട്ടി.
അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ നിങ്ങളെ സമീപിക്കാനും അവർ ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് എല്ലാ നോളജ് ഉള്ള ഒരാളായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലുള്ള ആൾക്കാർക്കും ഇതിനെപ്പറ്റി അത്ര വലിയ നോളജ് ഉണ്ടായിട്ടില്ല. അവർക്ക് സാധനം മേടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ട് അങ്ങ് മേടിക്കും. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ തലവേദന നിങ്ങൾക്ക് അതായിരിക്കും. ആ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളതോ അവർ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടത്തില്ല. പിന്നെ അത് മാത്രമല്ല, അവർ കൃത്യമായിട്ട് EMI ഒന്നും അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് കൃത്യമായിട്ടും ബാധിക്കും. നിങ്ങളിപ്പോൾ ഒരു കാറ് മേടിക്കാൻ പോകും അല്ലെങ്കിൽ വലിയ വലിയ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സിബിൽ സ്കോറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ലോൺ പാസ്സായി കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു സിബിൽ സ്കോർ വേണം. പല ബാങ്കുകളും പറഞ്ഞു ഒരു 750ക്ക് മുകളിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല ലോണുകളൊക്കെ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോർ കുറയും. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ലോൺ വേണ്ട സാധനങ്ങളൊക്കെ ലഭിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. ഇപ്പം നിങ്ങളുടെ ചുറ്റും ആൾക്കാരെ ഇങ്ങനെ സമീപിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത കാര്യം നിങ്ങൾ ആരോടും പറയാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇത് കൃത്യമായിട്ട് മിസ്യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. പിന്നെ ഇത് മാത്രമല്ല, പല സോഷ്യൽ മീഡിയയും നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമെന്ന് പറയാം. അതായത് ചിലർക്കൊക്കെ കാണാം ഈ സിൽവർ കളറിലെ നിങ്ങൾ മെറ്റാലിക് ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് മെറ്റാലിക് ആണെങ്കിലും ശരി, പ്ലാസ്റ്റിക് ആണെങ്കിലും ഉപയോഗം ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് വീഴാതിരിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുക. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുക. കാരണം ഇത് ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും ഇതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കെൽപ്പ് ഇതിനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പണികൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ പല ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയൊക്കെ അത് വൈസായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഒരു യൂട്യൂബിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ടല്ലോ ഇവിടെ. ഏതെങ്കിലും ഒരു ചാനലിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെപ്പറ്റി ജസ്റ്റ് ഒരു 10 മിനിറ്റ് വീഡിയോ ഇരുന്ന് കാണാം. എന്നിട്ട് അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടൊരു പഠനം നടത്തിയതിന് ശേഷം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ കൃത്യമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കൈ കിട്ടിയതിന് ശേഷം വീണ്ടും അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓടിച്ച് ദൂരോട്ട് കളയുക, അത്രേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, പല ആൾക്കാരും ജസ്റ്റ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പണി കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.